പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രത്തിൻ്റെ കാലിൽ ഇഷിത ഡ്രസ്സ് ചെയ്യാണ്. വേദന ഉണ്ടോയെന്ന് ഇഷിത ചോദിക്കുന്നുണ്ട്. നല്ല വേദനയുണ്ട്, അത് അതൊക്കെ കൊണ്ടങ്ങ് മാറുമെന്ന് ഇഷിത വിക്രത്തിൻ്റെ അടുത്ത് പറയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ വേദയ്ക്ക് ഇത്രയും മാറ്റം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ഇഷിത പറയാണ്. വീട്ടുകാർ കണ്ടെത്തുന്ന ഒരാളെയും കല്യാണം കഴിച്ച് ജീവിക്കണം എന്നായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ അന്ന് കണ്ട വേദിയല്ല ഞാൻ കാണുന്നതെന്ന് ഇഷിത പറയുകയാണ്. അത്രയ്ക്ക് മാറ്റമുണ്ട് ഇഷിതയ്ക്കെന്ന് പറയാണ്. അതുകൊണ്ടല്ലേ ജീവൻ പണയം വെച്ച് വിക്രത്തെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്ന് ഇഷിത പറയാണ്. അപ്പം വിക്രമും പറയുന്നുണ്ട്, ഞാനും ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ്, അത് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയാണ് യാദൃച്ഛികമായി വേദ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അവിടെ നിന്നും പല മാറ്റങ്ങളും ഉണ്ടായി. ഇപ്പോൾ ഇങ്ങനെ ആയതും മാറ്റങ്ങളിലൂടെയൊക്കെ തന്നെയാണെന്ന് വിക്രം പറയാണ്. അപ്പം ഇത് ചോദിക്കാണ്, എങ്ങനെയായത്, അത് വേദ വരുമ്പം ചോദിച്ചാൽ മതിയെന്ന് വിക്രം പറയുകയാണ്. കേൾക്കുമ്പോഴത്തേക്ക് ഇഷിതയും അതേപോലെ വിക്രവും ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് വേദ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇഷിത പറയാണ്, ആഹാ ഇനി എത്തിയ ആള്, വേദയെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഇഷിത പറയാണ്. എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത്? അതൊക്കെ വിക്രം പറഞ്ഞു തരുമെന്ന് ഇഷിത പറയാണ്. വേദ ചോദിക്കുന്നുണ്ട്, ഇപ്പം വിക്രത്തിന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഇടിഞ്ഞൊക്കെ നിന്ന് കുഴപ്പമില്ല, പതുക്കെ കൊണ്ട് ശരിയായിക്കോളും എന്ന് ഇഷിത പറയുന്നുണ്ട്. വിക്രവും പറയുന്നുണ്ട്, ഇപ്പം കുഴപ്പമില്ല, ഡ്രസ്സ് ചെയ്യുമ്പോൾ ഉള്ള വേദന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയാണ്, ആ വേദന പതുക്കെ കൊണ്ട് മാറിക്കോളൂ, വിക്രം പേടിക്കൊന്നും വേണ്ട, എന്നാൽ നിങ്ങൾ സംസാരിക്കുമെന്നും പറയുന്നുണ്ട്. ഇഷിത അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം വിക്രം ചോദിക്കുകയാണ്, ഇപ്പം ദീപ്തിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ? ഞാനാണ് വരുണിനോട് ആ ക്രൂരത കാണിച്ചെന്ന് വിചാരിച്ച് ദീപ്തി എന്നോടിപ്പം ദേഷ്യത്തിലായിരിക്കും. ആ കാര്യത്തെക്കുറിച്ച് ദീപ്തിയോട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഞാൻ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും ദേഷ്യം, എന്നോടുള്ള അത്രയും ദേഷ്യം തന്നോടും കാണുമെന്ന് വിക്രം പറയുകയാണ്. വേദ പറയണം, അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട, നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ആദ്യം വിക്രം ഒന്ന് സുഖമാവട്ടെ, പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയാണ്. ഇപ്പോഴും വിക്രം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വരുൺ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതാണ് വേദ ചോദിക്കുന്നത്, എന്ത് മെസ്സേജ് അയച്ച്? അങ്ങനെ വിക്രം പറയുന്നുണ്ട്, വരുൺ അയച്ച മെസ്സേജിനെ കുറിച്ച് പറയുന്നുണ്ട്. വരുണിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് വിക്രം പറയുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കാണുകയും ചെയ്ത്, കണ്ടപ്പം വരുണാണെങ്കിൽ പറയുകയും ചെയ്ത്, വിക്രം ചേട്ടാ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു ഇലക്ഷൻ കൊണ്ടൊന്നും ഇല്ലാതാവുന്നതല്ല, കാരണം എന്നെ ഈ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണം വിക്രം ചേട്ടനാണ്. അതേപോലെ ദീപ്തിക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇലക്ഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ സൗഹൃദമോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധമോ തകരത്തില്ലെന്ന് വരുൺ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്ന കാര്യവും അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഭയങ്കര വിഷമത്തോടെ വേദയെടുത്ത് പറയുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നെ കൊടുക്കാൻ വേണ്ടി ആരും മനഃപൂർവ്വം ചെയ്തതാണ്, അത് ആ പൊളിക്കാനും കൂട്ടു നിന്നു, എന്നെ ട്രാപ്പിലാക്കിയെന്ന് വിക്രം പറയുകയാണ്. അപ്പം വേദ പറയാണ്, വിക്രം പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം, ഒരിക്കലും വരുണിനോട് ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം വിക്രം പറയാണ്, എന്നാലും വരുൺ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അപ്പം വേദ വന്ന് വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നിൽ നന്നായിട്ട് ആരോ കളിച്ചിട്ടുണ്ട്, ആരാന്ന് കണ്ടുപിടിക്കണം എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിക്രത്തിനത് പറ്റത്തില്ല, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, നമുക്ക് ആരാന്ന് കണ്ടുപിടിക്കാമെന്ന് വേദ പറയാണ്. പോലീസ് നമുക്കെതിരാണെന്ന് വേദ പറയാണ്. ഇപ്പോൾ വിക്രത്തെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ വാസവൻ്റെ ആൾക്കാർ വിക്രത്തെ കൊല്ലുകയോ അല്ലെങ്കിൽ പോലീസ് പിടിക്കുകയോ ചെയ്യും, അത് ഉറപ്പാണെന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, അതെനിക്കറിയാം, വാസവൻ നഷ്ടപ്പെട്ടതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുകയാണെന്ന് വിക്രവും പറയുന്നുണ്ട്. അപ്പം വേദ പറയാണ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറൊരാളും കൂടെ ഉണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട്, ആരാ അത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, എന്നെ വാസവൻ ആക്രമിക്കാൻ വരുന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കണം. അപ്പോൾ വേദ പറയാണ്, അത് ഏട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ശ്രീയേട്ടൻ, അയാൾ വാസവൻ്റെ അടുത്ത് വിളിച്ച് പറയുന്ന കാര്യം ഞാൻ കേട്ടതാണ്. പുള്ളിക്കനാണെങ്കിൽ നേരെ ശ്രീകാന്തേട്ടനെയാണ് വിളിച്ചത്. എവിടെ ഉണ്ട്, നിങ്ങൾ എവിടെ ഉണ്ടെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞത് പുള്ളിക്കനാണ്. അപ്പം ശ്രീകാന്ത് ഉടനെ വാസവനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ വാസവൻ അവിടുന്ന് നിങ്ങളെ കൊല്ലാനായിട്ട് ഇറങ്ങുന്നുള്ള കാര്യം ശ്രീകാന്തിനോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്നുള്ള കാര്യം വേദ പറയുകയാണ്. അതായത് തന്നെ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചായിരുന്നു, ജോസഫിൻ്റെ ഫോണായിരുന്നു നിങ്ങളുടെ കയ്യിലിരുന്നത്, അതിലേക്ക് വിളിച്ചു, പക്ഷേ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ ഫോൺ ജോസഫിൻ്റെ ഇല്ലല്ലേ, അതിലേക്ക് വിളിച്ചു, അങ്ങ് ജോസഫിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാനും ജോസഫൊക്കെ എത്തുന്നതിന് മുമ്പ് വാസവൻ അവിടെ എത്തി. വിക്രം പറയായിരുന്നു, എന്നെ കൊല്ലാൻ തന്നെയായിരുന്നു വാസവൻ്റെ പ്ലാൻ എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്,
അയാളിപ്പോൾ വിചാരിച്ചേക്കുന്നത് വരുണിനെ കൊന്നത് നിങ്ങളാണ്. മുൻവൈരാഗ്യം കൊണ്ട് നിങ്ങൾ അവനെ കൊന്നയാണെന്നാണ് അയാൾ വിചാരിച്ചേക്കുന്നത്. അതുകൊണ്ട് അയാളോട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. അയാളത് കേൾക്കാൻ നിൽക്കത്തില്ല. ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. പറയാണ്, വിഷമിക്കണ്ട, നമുക്കിതിനെല്ലാം ഒരു പരിഹാരം കാണുന്നുണ്ട്. എന്തായാലും പുറത്തു കൊണ്ടുവരും. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരും. നിങ്ങളെ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് വേദ വിക്രത്തിനോട് പറയണം. അപ്പം വിക്രം ഇങ്ങനെ സ്നേഹത്തോടെ വേദയെ നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്ത് വാസുവിൻ്റെ അടുത്ത് പറയാണ്, അവനെ ആരോ അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ട്, അതുറപ്പാണ്. അങ്ങനെ ആരെ അവനെ രക്ഷിക്കാമെന്ന് വാസവൻ ചോദിക്കുകയാണ്. അതൊക്കെയുണ്ട്, കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ശ്രീകാന്ത് പറയുകയാണ്. ആരാണെന്ന് വാസവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. കുറച്ച് തെളിവും കൂടെ കിട്ടാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. കൃത്യമായി തെളിവ് കിട്ടട്ടെ. ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറയാണ്. എന്നാലും നിങ്ങളുടെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുക. അവനെ എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ കൊന്നേക്കണമെന്ന് ശ്രീകാന്ത് വാസവൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ വാസവൻ പറയാണ്, ഇനി എൻ്റെ കയ്യിൽ നിന്ന് അവൻ മിസ്സാവത്തില്ല. ഇനി എപ്പോൾ കണ്ടാലും അവനെ ഞാൻ വെടിവെച്ചിരിക്കും. അതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ മോനെ കന്നവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് വാസവൻ ഭയങ്കര ദേഷ്യത്തോടെ പറയണം. ഇതൊക്കെ കേൾക്കുമ്പോഴേ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രീകാന്താണെങ്കിൽ ആലോചിക്കുന്നുണ്ട്. വേദയാണ് ശ്രീകാന്തിന് സംശയം. ശ്രീകാന്ത് നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോഴത്തേക്ക് വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങോട്ട് വന്ന് സമയത്ത് വരുന്ന പതിവില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ഉടനെ വർഷ എടുത്ത് വയ്ക്കുകയാണ്. വേദ എന്തി? വേദ രാവിലെ തന്നെ പോയെന്ന് വർഷ പറയാണ്. നിങ്ങൾ എന്തിനാ ഇപ്പോൾ വേദ അന്വേഷിക്കുന്നതെന്ന് വർഷ ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല. അല്ല, ഇന്നലെ രാത്രിയിലെങ്ങാണ് ഇവിടുന്ന് വണ്ടി പോകുന്ന എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടോ? എന്തെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെ നിനക്ക് തോന്നിയോ എന്ന് വർഷ എടുത്ത് ചോദിക്കുകയാണ് ശ്രീകാന്ത്. വർഷ പറയാണ്, ഞാനൊന്നും കേട്ടില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. എന്താ, നിങ്ങൾ വല്ലതും കേട്ടോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഇല്ല. ആരെങ്കിലും വണ്ടി എടുത്ത് ഇവിടുന്ന് പോയോ എന്നറിയാൻ വേണ്ടി നിന്നോട് ചോദിച്ചതാണെന്ന് ശ്രീകാന്ത് പറയാണ്. എടുത്ത് ചോദിക്കുകയാണ്, വേദ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഓഫീസിലേക്ക് എങ്ങനെ പോയതായിരിക്കും എന്ന് പറയാണ്. ഇത്രയും രാവിലെ അവൾ പോയോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. അവൾ എന്തായാലും രാവിലെ പോയിട്ടുണ്ടെന്ന് വർഷ പറയുകയാണ്. ശ്രീകാന്തിൻ്റെ സംശയം നേരെ വേദയിലേക്കാണ് പോകുന്നത്. വിക്രത്തെ രക്ഷിച്ചു കൊണ്ടുപോയത് വേദയാണെന്ന് ശ്രീകാന്തിൻ്റെ ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്.